കാശ്മീരിലെ ഈ ഭീകരാക്രമണം എത്ര വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയത്. ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരു യുദ്ധത്തിന്റെ മുനമ്പിൽ വരെ കൊണ്ടെത്തിച്ചു. ഇപ്പോൾ അതിന്റെ അടുത്ത ഘട്ടമായി ഈ ഒരു ആക്രമണം നടന്നവസാനിച്ചതിന് ശേഷം ഇന്ത്യ ആയാലും പാകിസ്ഥാൻ ആയാലും അവിടെ ആ ഡിപ്ലോമാറ്റിക് ടൈസ് എല്ലാം പൂർണ്ണമായും തകർത്തു എന്ന് തന്നെ പറയാം. ഇത് എത്രത്തോളം എസ്കലേറ്റ് ആകും എന്നറിയണ്ടേ? വളരെ കാലം കഴിഞ്ഞ് ഒരു 4 പാകിസ്ഥാൻ സൈനികർ ഇന്ത്യയുടെ ATGM സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടു. ഈ ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ സീസ് ഫയർ വയലേഷൻ പാകിസ്ഥാൻ ആദ്യമായി ചെയ്തതിന് ശേഷം ഇത്രയും വലിയൊരു എസ്കലേഷൻ നടന്നു എന്നുള്ളത് മാത്രം അല്ല, റഫേൽ ഫൈറ്റർ ജെറ്റ്സ് ഇപ്പോൾ ഇന്ത്യ ഉപയോഗിക്കാൻ തുടങ്ങി. 2019 ഒരു സാഹചര്യം അല്ല ഇപ്പോഴുള്ളത്. ഇവയെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോവുകയാണ്. പ്രധാനമായും ഈ ഒരു ആക്രമണം നടന്നതിന് ശേഷം ഒരു പ്രത്യേക മതത്തെ മാത്രം അടിസ്ഥാനമാക്കി ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും അല്ലെങ്കിൽ ആ മതത്തെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിയാണ് പലരും സംസാരിക്കുന്നത്. ഇവയെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ബൈസരൻ പഹൽഗാമിൽ നിന്നും 6 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു പ്രദേശം, മലകൾക്ക് നടുവിലുള്ള ഒരു സമതല പ്രദേശം. ഈ പ്രദേശത്തേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നടന്നു പോകണം, അല്ലെങ്കിൽ കുതിരകൾക്ക് മുകളിൽ നിന്ന് മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് പഹൽഗാം പ്രദേശത്തുള്ള ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ഒരു ദിവസത്തിൽ ശരാശരി 400 മുതൽ 500 ആളുകൾ വരെയും വരും. ഇത് ആവറേജ് ആണ്. അതും പീക്ക് ടൈമിലൊക്കെ ഈ എണ്ണം അധികമാകും. ഇത്രത്തോളം വിനോദസഞ്ചാരികൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രദേശം. ഇവിടെയാണ് തീവ്രവാദികൾ വളരെ മോശമായ ഈ ഒരു ആക്രമണം നടത്തിയത്. സത്യത്തിൽ ഈ ആക്രമണത്തെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്, കാരണം ഇത് നടന്ന് 2-3 ദിവസമായി. അതിനുശേഷവും ഒരുപാട് സംഭവങ്ങൾ നടന്നു. നമ്മൾ ആദ്യം അറിയാൻ പോകുന്നത്, ഇവിടെ ഈ സുരക്ഷാ പിഴവ് വളരെ അധികമായി തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സുരക്ഷാ പിഴവുകൾ എപ്പോഴെല്ലാമാണോ കൂടുതൽ സംഭവിച്ചത്, എപ്പോഴെല്ലാമാണോ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോയത്, അപ്പോഴെല്ലാം ഇങ്ങനെയുള്ള ക്രൂരമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഒരല്പം ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്കതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അവസാനമായി 2019 പുൽവാമയിൽ നടന്ന ആ ഡെഡ്ലിയസ്റ്റ് അറ്റാക്ക്, അതിലും സെക്യൂരിറ്റി പിഴവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കാശ്മീർ, ഈ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെയേറെ സുരക്ഷാ നടപടികൾ ഇവിടെ ഉണ്ടാകും. ഇതിന് മറ്റൊരു ഉദാഹരണം പറയാം. ചൈനയും നമ്മളുമായി ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അവിടേക്കും ഇങ്ങനെയാണോ എന്ന് ചോദിക്കാം. സത്യത്തിൽ LAC, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിനും ലൈൻ ഓഫ് കൺട്രോൾ LOC, ഇവയ്ക്ക് രണ്ടിനും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ട്. ചൈനയേക്കാൾ കൂടുതൽ ഒരു സെക്യൂരിറ്റി, ടൈറ്റൻ സെക്യൂരിറ്റി പാകിസ്ഥാൻ ഭാഗത്തുണ്ട്. കൂടാതെ ഇതിൽ IP, ഇന്റലിജൻസ് ബ്യൂറോ, നമ്മുടെ മറ്റ് നിരവധി ചാര ഏജൻസികൾ 24 മണിക്കൂറും അവിടെ അവരുടെ നിരീക്ഷണ വലയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പുറമേ നിന്നും ലഭിക്കുന്ന ചില വിവരങ്ങൾ, ബുക്സൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 4 മുതൽ 7 ലെയേഴ്സ് ഓഫ് സെക്യൂരിറ്റി ആ ഒരു സോണിൽ മാത്രം കൊടുത്തിട്ടുണ്ട്. ഈ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് മാത്രം നൽകിയിട്ടുണ്ട്. അതും പ്രധാനമായി ഇവരുടെ ഈ ഇന്റലിജൻസ് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് ചോദിച്ചാൽ, അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ സാധാരണ പൗരന്മാരെ പോലെ അവിടെ ജീവിക്കുന്ന ചാരന്മാരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളും പാകിസ്ഥാന് അപ്പുറത്ത് നിന്ന്, ലൈൻ ഓഫ് കൺട്രോളിന് അപ്പുറത്ത് നിന്ന് ലഭിക്കുന്ന ചില വിവരങ്ങളും ഒന്നിച്ച് പ്രോസസ്സ് ചെയ്ത് എവിടെയെല്ലാം നുഴഞ്ഞു കയറ്റം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അവർ നിരീക്ഷിക്കും. ഇനി നുഴഞ്ഞു കയറിയാൽ എവിടെ പോകാനാണ് സാധ്യത എന്നുള്ളതെല്ലാം ഈ ഫസ്റ്റ് ലെയർ ഓഫ് സെക്യൂരിറ്റിയിൽ തന്നെ ഇവർ കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ. ഇതിനപ്പുറവും അകത്തേക്ക് കടന്നു വരുന്നവരെ ഈ സെക്കൻഡ് ലെയർ ഓഫ് സെക്യൂരിറ്റിയിലാണ് നോക്കുക. ഇതെല്ലാം ഇന്റലിജൻസ് ബേസ്ഡ് ആണ്, സാധാരണ സെക്യൂരിറ്റി ഫോഴ്സസ് അല്ല. ഇങ്ങനെ അകത്തേക്ക് വന്നവർ, ഇവർ സാധാരണ ജനങ്ങളുമായി ഇങ്ങനെ കലർന്നാണ് ജീവിക്കുക. അവരപ്പോൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? സംശയാസ്പദമായ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ അവിടെ എങ്ങനെയുണ്ട്? സാധാരണക്കാരിൽ നിന്നും ഇവർ എത്രത്തോളം വ്യത്യസ്തമായിരിക്കുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താണ് അവർ നടത്തുന്ന ഓരോ ആക്രമണങ്ങളെയും തടയുന്നത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു അറ്റാക്കിന് മുൻപ് നമ്മൾ എടുത്തു നോക്കിയാൽ ആഴ്ചയിൽ 2-3 തവണയെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ സംഭവം നടക്കുന്നതിന് ഒരു 10 ദിവസം മുൻപ് തന്നെ പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള സെറ്റ് ഓഫ് ഈവൻസ് അല്ലെങ്കിൽ യാതൊരു എൻകൗണ്ടറും ആ പ്രദേശത്ത് നടന്നിട്ടേയില്ല. ഒരു വലിയ സമാധാനം അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് വിശ്വസിപ്പിക്കുകയും പിന്നീട് ഇങ്ങനെ ഒരു ഡെഡ്ലിയസ്റ്റ് അറ്റാക്ക് അവിടെ നടത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ സമ്മതിച്ചേ മതിയാവുകയുള്ളൂ. അത്രത്തോളം ഒരു വലിയ സെക്യൂരിറ്റി പിഴവ്, ഇന്റലിജൻസ് ഫെയിലിയർ അവിടെ സംഭവിച്ചിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ സമാധാനം വലിയ രീതിയിൽ ഉണ്ടാകില്ല.
പക്ഷേ ഒരു 10 ദിവസം കഴിഞ്ഞൊരു 2 ആഴ്ച എടുത്ത് നോക്കിയാൽ അവിടം വലിയൊരു സമാധാനപൂർണ്ണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തോ ഒരു വലിയ കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ ഊഹിച്ചെടുക്കേണ്ടതായിരുന്നു. കൂടാതെ അവിടെ ഒരു ഇന്റൽ വാർണിംഗും ഇല്ലായിരുന്നു. ഇവിടെ ഒരു അറ്റാക്ക് നടക്കാൻ പോകുന്നുണ്ട്, ഇന്റലിജൻസ് വാർണിംഗ് ഇല്ലാത്തതാണ് അവിടെ ഒരു വലിയ ഫെയിലിയറായി കാണുന്നത്. അങ്ങനെ അവിടെ അറ്റാക്കും നടന്ന് അവസാനിച്ചു. ഇതിനുശേഷം ഇന്ന് നടന്ന ഈ സംഭവങ്ങൾ വരെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ആക്രമണത്തിൽ പങ്കെടുത്ത 2 പേരുടെ വീട് പൂർണ്ണമായും നശിപ്പിച്ചു. അവിടെ ഒരു വലിയ ബ്ലാസ്റ്റ് ഉണ്ടായി എന്ന വാർത്തകൾ വരുന്നുണ്ട്. ഇനി LOC സംബന്ധിച്ച് 2 വിഭാഗവും ഒരു കാര്യത്തിൽ വ്യക്തമാണ്. ഇന്ത്യ ഒരു വശത്ത് എല്ലാ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ടൈസും അവിടെ നിന്ന് കൊണ്ട് കട്ട് ചെയ്തു. മറ്റൊരു വശത്ത് പാകിസ്ഥാൻ ഞങ്ങളുടെ എയർ സ്പേസ് ക്ലോസ് ചെയ്യുകയാണ്. ഇതിനുശേഷം ഇന്ത്യയുടെ ഏതൊരു എയർലൈൻസും അല്ലെങ്കിൽ ഇന്ത്യ സംബന്ധിക്കുന്ന യാതൊരു വിമാന കമ്പനികളും ഞങ്ങളുടെ എയർ സ്പേസ് ഉപയോഗിക്കാനേ പാടില്ല എന്ന് ഒരു നിരോധനം ഏർപ്പെടുത്തി. ഇങ്ങനെ 2 വിഭാഗവും മാറി മാറി സംസാരിക്കുന്നു. ഇതിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റി പ്രധാനപ്പെട്ട ഒരു സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇതിനെ കട്ട് ചെയ്തു അല്ലെങ്കിൽ പാകിസ്ഥാന് എതിരെ ഇന്ത്യ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ അതിനെ തടഞ്ഞു വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും പാകിസ്ഥാന് തന്നെയാണ് ഒരു വലിയ നഷ്ടമായി മാറുക. യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായും നമുക്കങ്ങനെ തടയാൻ സാധിക്കില്ല. ഇനി ആ തടഞ്ഞു വയ്ക്കാനുള്ള ഒരു പൂർണ്ണമായൊരു ഡാം സ്ട്രക്ചറോ അല്ലെങ്കിൽ ആ വാട്ടർ ഹോൾഡ് ചെയ്ത് വയ്ക്കാനുള്ള കപ്പാസിറ്റിയോ നമ്മുടെ പക്കലില്ല. കാരണം അതിൽ നിന്നും ഒരുപാട് ഉപനദികൾ പോകുന്നുണ്ട്. ഒരു നദിയിൽ നിന്നും പിരിഞ്ഞു പോകുന്നത് അത്രയും ഉപനദികളാണ്. വലിയൊരു വാട്ടർ സ്ട്രീമിനെ നമുക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു പക്ഷേ ഭാവിയിൽ നമ്മളൊരു വലിയ ഡാം ഒക്കെ പണിതാൽ നമുക്കത് കൺട്രോൾ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന ഒരുപാട് വാട്ടറിനെ ചൈന ബ്ലോക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതിനനുസരിച്ച് അവർ ഒരുപാട് ഡാംസ് പണിതിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഡാം പണിയണം എന്ന് ചിന്തിച്ചാലും ഈ ചെറിയ ചെറിയ ഉപനദികളെ നമ്മെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ ചില വാട്ടേഴ്സിനെ നമ്മെക്കൊണ്ട് ഡൈവേർട്ട് ചെയ്യാൻ കഴിയും എന്നതല്ലാതെ പൂർണ്ണമായും അവരിലേക്ക് പോകുന്ന ആ വാട്ടേഴ്സിനെ തടയാൻ സാധിക്കില്ല. ഒരു പക്ഷെ നമ്മൾ അങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ പല ലക്ഷക്കണക്കിന് കർഷകർ, പാകിസ്ഥാൻ ഭാഗത്ത് താമസിക്കുന്ന കർഷകരുടെ ജീവിതം, അവരുടെ ഉപജീവന മാർഗം ബാധിക്കപ്പെടും. അപ്പോൾ ഇവിടെ ഇന്ത്യ അത് തടഞ്ഞു നിർത്തിയത് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള തിരിച്ചടി തന്നെയാണ്. പാകിസ്ഥാൻ ഇതൊരു ആക്ട് ഓഫ് വാറായി തന്നെ കൺസിഡർ ചെയ്യും എന്നും പറഞ്ഞു. ഇന്ത്യ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധമായി തന്നെ കൺസിഡർ ചെയ്യും എന്നും പറഞ്ഞു. അത്രത്തോളം അതിന് പ്രാധാന്യവും ഉണ്ട്. ഇതിന് ശേഷം അവരൊരു മിസൈൽ ടെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ എയർക്രാഫ്റ്റ് കാരിയർ കൊണ്ടുപോയി അവരുടെ കടൽ പ്രദേശത്ത് നിർത്തുക. ഇങ്ങനെ ഈ സമ്മർദ്ദങ്ങളെല്ലാം എസ്കലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് ഇന്നലെ ഫ്രഷ് നടന്ന മറ്റൊരു സംഭവം, ഈ 4 പാകിസ്ഥാൻ സൈനികർ ഇവരെ റിബ താഴ്വര പ്രദേശത്ത് വെടിവെച്ചു കൊന്നുവെന്ന വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇവർ വെടിയേറ്റാണ് മരിച്ചത് എന്നുള്ളതിന് തെളിവുകൾ ലഭിച്ചിട്ടില്ല. എന്നാൽ ഒരുപാട് മാധ്യമങ്ങൾ അല്ലെങ്കിൽ അവിടെ ലോക്കലിലുള്ള വിഷ്വൽ ഫുട്ടേജസ് എല്ലാം നോക്കുമ്പോൾ അവരെ വെടിവെച്ച് കൊന്നുവെന്നുള്ളത് നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ATGM ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസ് ഉപയോഗിച്ച് ഒരു പ്രധാനപ്പെട്ട ഫോർവേഡ് ഒബ്സർവേഷൻ ടവറിനെയും അവർ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതിൽ കാഷ്വാലിറ്റീസ് കൗണ്ട് ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം ഉണ്ടായി എന്നുള്ളത് പാകിസ്ഥാൻ സൈഡിൽ നിന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട മൈനസ്, ഒരു പോരായ്മ, LOCയിൽ ഇങ്ങനെ നടക്കുന്ന ചെറിയ ചെറിയ സീസ് ഫയറിലൊക്കെ പാകിസ്ഥാൻ ഭാഗത്ത് മരിച്ചവരുടെ കണക്കുകളൊന്നും അവർ പറയില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് മരിച്ചവരുടെ പ്രധാനപ്പെട്ട കണക്കുകളും വരില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞായിരിക്കും വിവരങ്ങൾ അറിയാൻ സാധിക്കുക. അവിടെ ഒരു കാഷ്വാലിറ്റി കൗണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യാൻ തന്നെ അത്ര ദിവസം എടുക്കും. അപ്പോൾ ഈ LOCയിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം വീണ്ടും സമ്മർദ്ദം അധികമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ റഫേൽ ഫൈറ്റർ ജെറ്റ്സ് അംബാല എയർബേസിൽ നിന്നും ഒരു ദിവസം 10 ദൗത്യത്തിലധികം ഏർപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. റഫേൽ ഇവിടെ കളമിറങ്ങിയാൽ തീർച്ചയായും നാളെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു യുദ്ധം വന്നാൽ, അല്ലെങ്കിൽ ഇവർക്ക് 2 പേർക്കും ഇടയിൽ പ്രധാനപ്പെട്ട 2019 നടന്നതുപോലുള്ള ഒരു ക്രോസ് ബോർഡർ എയർ സ്ട്രൈക്സ് സംഭവിക്കുകയാണെങ്കിൽ അവിടെ റഫേൽ നമുക്കൊരു നല്ലൊരു കൈത്താങ്ങായി തന്നെ മാറും. ഒരുപാട് പേര് ഈ ഒരു സംഭവത്തിന് ശേഷം ചോദിക്കുന്ന ഒരു കാര്യം, 2019 നമ്മുടെ പക്കൽ S-400 ഇല്ലായിരുന്നു, അതുപോലെ നമ്മുടെ പക്കൽ റഫേൽ യുദ്ധവിമാനങ്ങൾ ഇല്ലായിരുന്നു. ആ സമയത്ത് പാകിസ്ഥാന്റെ എയർക്രാഫ്റ്റ് അകത്തേക്ക് വന്നപ്പോൾ നമ്മൾ തിരികെ അയച്ചത് മിക്സ് സീരീസിലുള്ള വിമാനങ്ങളായിരുന്നു. കാരണം Su-30 കൊണ്ട് ഉടൻ തന്നെ ആ ഒരു സ്പോട്ട് റീച്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത്രയും വലിയൊരു ലൂപ്പ് ഹോൾ നമ്മുടെ പക്കൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവയെല്ലാം ഓവർകം ചെയ്യുന്നത് പോലെ ഇപ്പോൾ S-400ന്റെ ഒരു പൂർണ്ണ പാക്കേജ് നമ്മുടെ പക്കലുണ്ട്, പാകിസ്ഥാൻ അതിർത്തിയിൽ തന്നെ. മറുവശത്ത് ഒരു കംപ്ലീറ്റ് സ്ക്വാഡ്രൺ ഓഫ് റഫേൽ ഫൈറ്റർ ജെറ്റ്സും ഉണ്ട്. അപ്പോൾ നമുക്കല്ലേ ഇത് നേട്ടം? ഒരു യുദ്ധ സാഹചര്യം വന്നാൽ തീർച്ചയായും നമ്മൾ തന്നെയല്ലേ ജയിക്കുക? പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴും സമാധാനത്തിലേക്ക് പോകുന്നത്?
ഒരു പൂർണ്ണ യുദ്ധത്തിൽ എന്തുകൊണ്ട് ഇന്ത്യ ഇറങ്ങുന്നില്ല? നമ്മുടെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഫോറിൻ റിസോഴ്സസ് എല്ലാം നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനേക്കാൾ പല മടങ്ങ് നമുക്ക് അധികമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ആക്രമണം നടത്തിയാൽ പാകിസ്ഥാനെ കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാനേ സാധിക്കില്ല. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു തിരിച്ചടി നൽകുന്നില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഒരു വിശദീകരണം നൽകാം. ഇപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ പക്കൽ എക്കണോമി ഇല്ല. അവർ ഇത്രയും ദിവസം സംരക്ഷിച്ചു പോകുന്നത് തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഈ അടിയന്തരകാല സഹായങ്ങൾ മാത്രമാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചാൽ അത് അവർക്കായിരിക്കും നേട്ടമായി മാറുക. കാരണം നമ്മുടെ പണത്തിൽ നമ്മൾ തന്നെ നമുക്കൊരു തിരിച്ചടി നൽകിയതുപോലെയാകും. നമ്മുടെ എക്കണോമി പൂർണ്ണമായ ഒരു തകർച്ചയിലേക്ക് പോകും. ഇപ്പോൾ ഈ വാർ റിസോഴ്സസിനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ പക്കൽ ഒരു സാമ്പത്തികം ഇല്ല എന്നുണ്ടെങ്കിലും അവരുടെ പക്കലുള്ള ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് എതിരെയുള്ള യുദ്ധം 1 മാസം വരെയും നീട്ടിക്കൊണ്ടു പോകാൻ അവരെ കൊണ്ട് സാധിക്കും. അതായത് പൂർണ്ണമായും അവരുടെ പക്കലുള്ള ഈ റിസോഴ്സസ് എല്ലാം ഡ്രെയിൻ ചെയ്യിപ്പിക്കുന്നത് വരെ. സിംഗിൾ ഫ്രണ്ടിൽ ഇന്ത്യക്കെതിരെയുള്ള ഒരു യുദ്ധം ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 1 മാസം വരെയും അവരെ കൊണ്ട് ആ യുദ്ധം നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും. പിന്നീട് പാകിസ്ഥാൻ ജീവിക്കുകയാണോ അല്ലെങ്കിൽ വീഴുകയാണോ, ഇന്ത്യയെ തോൽപ്പിക്കുകയാണോ, ഇതൊക്കെ അടുത്ത ഘട്ടമാണ്. ഞാനീ പറയുന്നത് അണുവായുധ യുദ്ധം അല്ലാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഇന്ത്യയുടെ പക്കലും അണുവായുധമുണ്ട്, പാകിസ്ഥാന്റെ പക്കലും അണുവായുധമുണ്ട്. ഇതിനുശേഷം നഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് ഒന്നുമില്ല, മറ്റ് ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്നൊരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ എത്തുകയാണെങ്കിൽ തീർച്ചയായും അവർ ആദ്യം കൈവയ്ക്കുന്നത് അവരുടെ ന്യൂക്ലിയർ മിസൈൽ ആയിരിക്കും. ഇതിനകം തന്നെ അവരുടെ ധാരാളം സൈനികർ, പ്രതിരോധ മന്ത്രിമാർ വരെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യക്ക് എതിരായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഞങ്ങൾ പരാജയപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ഞങ്ങൾ ഫസ്റ്റ് സ്ട്രൈക്ക്, ന്യൂക്ലിയർ ഫസ്റ്റ് സ്ട്രൈക്കിന് പോലും തയ്യാറാണ് എന്ന്. അപ്പോ അണുവായുധം ഉപയോഗിക്കാൻ പാകിസ്ഥാൻ ഒരിക്കലും ഭയപ്പെടില്ല. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനുമായുള്ള ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ എക്കണോമി പൂർണ്ണമായും തകർച്ചയിലാകും. ഇതിനകം ഒരു വ്യാപാര യുദ്ധം ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഒരു ട്രേഡ് വാർ തന്നെ ആരംഭിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം നമ്മൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ നമുക്കത് തീർച്ചയായും വിജയം തന്നെ ലഭിക്കും. ഇതുവരെ നമുക്ക് അത് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ ഏത് കാലത്തും യുദ്ധത്തെ നോക്കി പോയിട്ടേ ഇല്ല, എപ്പോഴും നമ്മൾ സമാധാനത്തെ നോക്കിയേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൽ നിൽക്കാനുള്ള കാരണവും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ അടുത്ത് എന്തായിരിക്കും ചെയ്യാൻ പോവുക? ഒരു പൂർണ്ണ യുദ്ധത്തിലേക്കല്ല, ഒരു സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ ബാലക്കൗട്ട് സ്ട്രൈക്ക് പോലെ ശത്രുക്കളുടെ എല്ലാം ക്യാമ്പ് എവിടെയെല്ലാമാണ് ഉള്ളത് അതിനെല്ലാം പൂർണ്ണമായും ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിക്കും. അതിനായിട്ടുള്ള ഒരു മിഷൻസ്, അതിന്റെ പ്രൊഫൈൽസ് മാത്രമായിരിക്കും ഇനി ഇന്ത്യയുടെ എയർഫോഴ്സ് അല്ലെങ്കിൽ ഇന്ത്യയുടെ മിലിറ്ററി ആയാലും ചെയ്യാൻ ശ്രമിക്കുക. അതിനുള്ള സാധ്യതയാണ് ഉള്ളത്. ഒരു പൂർണ്ണ യുദ്ധം ഇവിടെ പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ വരാനുള്ള സാധ്യത തീർച്ചയായും ഇല്ല. അടുത്തറിയാൻ പോകുന്ന ഒരു കാര്യം, ഇതിനെയും ഇസ്രായേലിനെയും തമ്മിൽ ഒരുപാട് പേർ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇസ്രായേലിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അവർ ആർക്കും ഭയപ്പെടാതെ, ആർക്കും മുൻപിലും കീഴടങ്ങാതെ, ആരുടെ വാക്കും കേൾക്കാതെ സ്വന്തം തീരുമാനങ്ങൾ എടുത്തു. എന്തുകൊണ്ട് ഇന്ത്യയെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ. സത്യത്തിൽ ഇവിടെ ഇന്ത്യയെയും ഇസ്രായേലിനെയും കമ്പയർ ചെയ്യുന്നത് തന്നെ വലിയൊരു തെറ്റ് തന്നെയാണ്. ഇസ്രായേൽ വേറെ, ഇന്ത്യ വേറെ. ഇസ്രായേൽ എന്ന ഒരു രാജ്യത്തിന് പുറകിൽ അമേരിക്ക ഡയറക്റ്റ് ഇൻവോൾവ് ആവുന്നുണ്ട്. മുഴുവൻ യൂറോപ്യൻ യൂണിയനും ഉണ്ട്, ജർമ്മനി, റഷ്യ പോലുള്ള അത്രയും രാജ്യങ്ങളുണ്ട്. ഇവിടെ ഇന്ത്യക്ക് ഒരു പ്രശ്നം വന്നാൽ എല്ലാവരും സഹായം ചെയ്യും, ഇന്ത്യയെ വെച്ച് ബിസിനസ് ചെയ്യും. എന്നാൽ നേരിട്ട് ഇന്ത്യക്ക് വേണ്ടി ആരും കളമിറങ്ങില്ല. ഇത്രയേറെ ക്ലോസസ്റ്റ് അലയായിട്ടുള്ള റഷ്യ പോലും നമുക്ക് വേണ്ടി ചില സഹായം ചെയ്യും. പക്ഷെ പൂർണ്ണമായും പാകിസ്ഥാന് എതിരെ അവർ നിൽക്കില്ല. അന്നത്തെ കാലഘട്ടം വേറെ, ഇന്നത്തെ കാലഘട്ടം വേറെയാണ്. പാകിസ്ഥാനെതിരെ റഷ്യ ഒരു ബോൾഡായ തീരുമാനം എടുക്കും എന്നുണ്ടെങ്കിൽ ചൈന അവിടെ നിന്നൊരു ഇൻഡയറക്റ്റ് പ്രഷർ റഷ്യക്ക് നൽകും. അപ്പോൾ ഇവിടെ ഇന്ത്യ തീർച്ചയായും ഒറ്റയ്ക്ക് തന്നെ നിൽക്കേണ്ടി വരും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. ഇനി ഇസ്രായേലിന് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അമേരിക്കയുടെ സൈന്യം നേരിട്ട് ഇസ്രായേലിലേക്ക് വന്ന് ഇസ്രായേലിന് വേണ്ടി അവർ തോക്കുകളെടുത്ത് യുദ്ധം ചെയ്യും. ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ റഷ്യ ആയാലും ജർമ്മനി ആയാലും അല്ലെങ്കിൽ അമേരിക്ക, ഇത്രയും രാജ്യങ്ങൾ നേർരേഖയിലാണ് ഉള്ളത്. അവർ ഇസ്രായേലിന് ഫേവർ ആയിട്ടാണ് ഉള്ളത്. എന്നാൽ അതേ സാഹചര്യം അല്ല ഇന്ത്യക്കുള്ളത്. അതുപോലെ തന്നെ 49,000 പേരെ ഇസ്രായേൽ കൊന്നിട്ടുണ്ട്. പക്ഷെ ആരും ഇസ്രായേലിനെ ഒന്നും പറയില്ല. ഇനി നാളെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ എല്ലാവരും ഇന്ത്യക്ക് നേരെയായിരിക്കും തിരിയുക. എന്തിന്? ഐക്യരാഷ്ട്രസഭ പോലും ഇപ്പോൾ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് അവർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കഴിയുന്നത്ര 2 വിഭാഗവും സമാധാനത്തിൽ ചെന്ന് ഇതൊന്ന് പരിഹരിക്കണം. ഇവിടെ പ്രശ്നങ്ങളൊന്നും വരരുത്, ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും വരാത്ത രീതിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം വളരെ സമാധാനപരമായി അവസാനിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഇസ്രായേൽ അവിടെ അത്രയേറെ പ്രശ്നങ്ങൾ നടത്തുന്നുണ്ട്, മനുഷ്യാവകാശ ലംഘനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിനൊന്നും ഐക്യരാഷ്ട്രസഭ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോ ഇവരെ സംബന്ധിച്ച് ഇവരെല്ലാം ഈ വെസ്റ്റേൺ മൈൻഡ് സെറ്റിലാണ് ഉള്ളത്. അവർക്ക് ആവശ്യമായ വ്യക്തികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരത് ശ്രദ്ധിക്കാറേ ഇല്ല.
ഇസ്രായേലിനെ അവരൊരു ചോദ്യം പോലും ചോദിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയും ചോദിക്കാൻ പാടില്ല, പക്ഷെ അവർ ചോദിക്കും. അതാണ് ഐക്യരാഷ്ട്രസഭ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ആക്രമണത്തിന് പുറകിൽ സംഭവിച്ച പല കാര്യങ്ങളെയും എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ മതത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. ഈ ആക്രമണത്തിന് ശേഷം ഒരു മതത്തെ മാത്രം അടിസ്ഥാനമാക്കി ഇവരിങ്ങനെയാണ് ചെയ്യുന്നത്, അവരങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ളൊരു കമ്പാരിസൺ തന്നെ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ജനറേഷൻ എങ്ങനെയാണ്, അതിന് മുൻപുണ്ടായിരുന്ന ജനറേഷൻ എങ്ങനെയായിരുന്നു, ഇതൊന്നും ആരും നോക്കുന്നില്ല. ഇന്ന് നിലവിൽ നടക്കുന്ന സംഭവങ്ങളെയെല്ലാം ഒന്നോടൊന്ന് കണക്ട് ചെയ്യുകയും അവസാനം മതം എന്ന ആ ഒരു രീതിയിലാണ് കൊണ്ടെത്തിക്കുന്നത്. ഇപ്പൊ നടന്ന ആക്രമണത്തെ ചുറ്റിപ്പറ്റി ഈ മതം സംബന്ധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സത്യത്തിൽ ഇതിൽ വളരെ മോശമായ ഒരു കാര്യം, ഇവിടെ സംഭവിച്ച ഈ ഒരു ആക്രമണത്തിൽ കാശ്മീരിലെ ഒരുപാട് പേർ ആഘോഷിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ പാകിസ്ഥാനിലെ ഒരുപാട് പേർ മധുര പലഹാരങ്ങൾ നൽകി ആഘോഷിക്കുന്നുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ വീഡിയോ എല്ലാം വൈറലാകുന്നുമുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് ചെന്ന് നോക്കാം. ഈ പറഞ്ഞു വന്നാൽ നമ്മുടെ രാജ്യത്തുള്ളവർ പോലും അത്ര നല്ലവരൊന്നും അല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനിൽ ഒരു ട്രെയിൻ ഹൈജാക്ക് സംഭവിച്ചിരുന്നു. ഒരുപാട് പേർ മരിച്ചു. അവിടെ നടന്ന ആ ഒരു സംഭവത്തെ ഇന്ത്യയിലുള്ള ചിലർ പോലും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നടന്ന ഈ ഒരു ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലുള്ളവർ തന്നെ കേക്ക് മുറിച്ച് ആഘോഷിച്ചു എന്നുള്ളത് യാതൊരു മനുഷ്യത്വമേ ഇല്ലാത്തൊരു കാര്യം എന്ന് തന്നെ പറയാം. ഇപ്പോൾ ചോദിക്കാം, അപ്പോൾ ഇതിനും മതത്തിനും ബന്ധമില്ലേ, ഇവരങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കാം. 100 പേർ ഉള്ളിടത്ത് ഒരു 4 പേർ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം. ബാക്കിയുള്ള 96 പേരെയും നമ്മൾ ഒരിക്കലും മോശമായി കാണരുത്. അവരുടേതായ രീതിയിൽ അവർ അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് ആ 4 പേരുമായാണ് പ്രശ്നമെങ്കിൽ അവരെ കൗണ്ടർ ചെയ്യാൻ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അവരെ ന്യൂട്രലൈസ് ചെയ്യാൻ എന്ത് ചെയ്യാം, അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പൂർണ്ണമായും ആ 100 പേരെയും ഒറ്റ ത്രാസിൽ തൂക്കുന്നത് അത്ര ശരിയായ നിലപാടല്ല. ഇപ്പോൾ ഈ കാശ്മീർ പ്രശ്നത്തെ പോലും ഇന്ത്യക്കുള്ളിലുള്ള പലരും പോർട്രേറ്റ് ചെയ്യുന്നത് കാശ്മീർ പൂർണ്ണമായും ഇന്ത്യക്ക് എതിരെയാണ്. കാശ്മീരിലുള്ളവർ പൂർണ്ണമായും ആന്റി ഇന്ത്യൻ മൈൻഡ് സെറ്റിലാണ് ഉള്ളത്. അവർ പാകിസ്ഥാന്റെ കൂടെ ചേരാനാണ് ആഗ്രഹിക്കുന്നത്. ഈ കാശ്മീർ ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു വിപ്ലവം സൃഷ്ടിക്കുകയാണ്. ഇങ്ങനെ എല്ലാവരെയും ഒരു തെറ്റുകാരായി ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷെ അതൊന്നും സത്യമല്ല. 1965 ഇന്ത്യക്കെതിരായ ഒരു യുദ്ധം പാകിസ്ഥാൻ തുടങ്ങി വെച്ചപ്പോൾ ആദ്യം അവിടെ നുഴഞ്ഞു കയറി വന്നവരെ വെച്ച് അവർ നടത്തിയ ഒരു പദ്ധതി എന്താണെന്ന് അറിയണ്ടേ? ആദ്യം കാശ്മീരിനുള്ളിലേക്ക് കയറി അവിടെയുള്ള ആളുകൾക്കുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക, അവരെയെല്ലാം ഇന്ത്യക്കെതിരെ തിരിപ്പിക്കണം എന്ന്. ജനങ്ങളുടെ ഒരു വിപ്ലവം അവിടെ ഉണ്ടാവുകയും അവർ സർക്കാരിനെതിരെ തിരിയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ജോലി വളരെ എളുപ്പത്തിൽ അവസാനിക്കും എന്നായിരുന്നു പാകിസ്ഥാന്റെ പദ്ധതി. എന്നാൽ അതിൽ അവർക്ക് വലിയൊരു പരാജയം സംഭവിച്ചു. അവിടെയുള്ള ജനങ്ങൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം മതത്തിന്റെ പേരിൽ അവിടെ പല വിഭജനങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യ എന്ന ആ ഒറ്റ പേരിനുള്ളിൽ എല്ലാവരും ഒരുമയോടുകൂടി ജീവിച്ചു. എന്തിന് ഇപ്പോൾ നടന്ന ഈ ഒരു അറ്റാക്കിൽ പോലും ഒരു മുസ്ലിം സഹോദരൻ അവിടെയുള്ള തീവ്രവാദികളെ തടയാനുള്ള ശ്രമം എടുക്കുകയും മരിക്കുകയും ചെയ്തു. ഇതൊന്നും ആരും പുറത്ത് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ യാതൊരു വാർത്തകളും ഇതിനെക്കുറിച്ച് പുറത്തു വരുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് മറച്ചു വെക്കണമെന്ന് ചിന്തിക്കുന്നത്? എന്താണ് ജനങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നത്? വീണ്ടും ഞാൻ പറയുകയാണ്, ഈ ഒരു വിഭാഗം മാത്രമാണ് തെറ്റുകാർ, ഇവർ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ പോർട്രേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഇന്ത്യ കാലാകാലങ്ങളായി കൊണ്ടുവരുന്ന ആ ഒരു ഒത്തൊരുമ തീർച്ചയായും അവിടെ തകർന്നു പോകും. ഇവിടെ ഒരു പ്രത്യേക മതമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമൂഹമോ അല്ല ഇവിടെ പ്രശ്നം. അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റിയിൽ ആരെല്ലാമാണോ ഉള്ളത് അവർ മാത്രമാണ് ഈ രാജ്യത്തിന് എതിരെയുള്ളത്. അത് മുസ്ലിം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹിന്ദു ആയിക്കോട്ടെ, ഏത് മതത്തിൽ നിന്നുള്ളവരായിക്കോട്ടെ, അവർ മാത്രമാണ് ഇന്ത്യക്ക് എതിരെ. അല്ലാതെ അവരെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവരും, ആ മതത്തിലുള്ള എല്ലാവരും ഇന്ത്യക്കെതിരെ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഈ ലോകത്തിൽ തന്നെ എല്ലാ മതത്തിലുള്ളവരും ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്ന ഒരേ ഒരു രാജ്യം നമ്മുടെ ഇന്ത്യ മാത്രമാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഈ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന രാഷ്ട്രീയം, അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന രാഷ്ട്രീയം, അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തിക്കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയം വളരെ പീക്കിൽ പോകുന്നത്. ഇതേ അപ്രോച്ചോടുകൂടി നിങ്ങളെ ആരെങ്കിലും റീച്ച് ചെയ്യുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ തിരിച്ചു തന്നെ ചോദിക്കുക. ഇതിനു മുൻപുള്ളവർ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, ഇനി വരുന്ന ജനറേഷൻ ഇങ്ങനൊരു അജണ്ടയ്ക്ക് കീഴിൽ പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇതേ മാനസികാവസ്ഥയിലേക്ക് തന്നെ അടുത്തൊരു 100 വർഷം നമ്മൾ പോകേണ്ടി വരും. അവസാനമായി പറയുന്ന ഒരേ ഒരു കാര്യം, എപ്പോഴെങ്കിലും ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ അതിന് പുറകിലുള്ള ഹിസ്റ്ററി എടുത്ത് നോക്കുക, അല്ലെങ്കിൽ അവർ ചെയ്തതിന്റെ മൂല കാരണം എന്താണ്, അവരുടെ രാജ്യത്തിനും ഇതിനും എന്ത് പ്രശ്നമാണ് എന്നുള്ളത് മാത്രം അറിയുക. അല്ലാതെ ആ ഒരു സംഭവത്തെ മാത്രം അടിസ്ഥാനമാക്കി ആ ഒരു വ്യക്തിയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിന് പകരം പൂർണ്ണമായും അവരെ പോലുള്ള എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും, ആ ഒരു മെന്റാലിറ്റിയിൽ ദയവിച്ച് നിങ്ങൾ വരരുത്. അപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം റൂട്ട് കോസ് ആദ്യം കണ്ടെത്തുക. എല്ലാവരും പറയുന്നത് കേട്ട് നിങ്ങൾ വിശ്വസിക്കാൻ ശ്രമിക്കരുത്. ഇന്ത്യയെ ഒരുമയെ തകർക്കുന്ന രീതിയിൽ ആര് എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും
നിങ്ങൾ അതിനെ സപ്പോർട്ട് നിൽക്കരുത്, തിരിച്ച് ചോദ്യം ചോദിക്കുക തന്നെ വേണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. തുടർന്നുള്ള അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.